ഭൂമി എന്ന ഗ്രഹത്തിന് വിവിധ തരത്തിൽ പേരിട്ടത് ആദം എന്ന ഇരുകാലി മൃഗം മനുഷ്യരൂപം കൊണ്ടതിന് ശേഷമാണ്. ആ ഇരുകാലി മൃഗം ഏത് ജാതി, ഏത് മതം പിറന്നവനാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഈ ഭൂമി എന്ന് പറയുന്ന പ്രദേശത്തുള്ള നാരികൾ പറയണം ആദം ഏത് ജാതിയാണ് എന്ന്. ആദ്യ മതം രൂപപ്പെട്ടത് പറയപ്പെടുന്നത് തന്ത ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത യേശുവിൻ്റെ ജന്മമാണ്. അതിനുശേഷം മുഹമ്മദ് എന്ന് പറയുന്ന തന്ത ഏതെന്ന് തിരിച്ചറിയാൻ ഇന്നും ആർക്കറിയാത്ത വ്യക്തിയുടെ സമൂഹമാണ് മറ്റൊരു മതം. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൂടെയുള്ളവരെ കൊല ചെയ്ത് അവരുടേതായ ആശയങ്ങൾ മുൻനിർത്തി കൊണ്ടുപോവുക എന്ന ചിന്താഗതി ഉള്ളതിനാലാണ് ഇവറ്റകളെ കുരിശേറ്റിയിട്ടും കല്ലെറിഞ്ഞ് കൊന്നതുമെന്ന് ഇവർ തന്നെയാണ് പറയുന്നത്. പുറമെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞല്ല, ഇവറ്റകൾ നേരത്തെ ചെയ്ത രീതിയാണ് ഇപ്പോൾ ഇവർ തന്നെ പുറത്ത് പറയുന്നത്. എന്നാൽ ഭൂമി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നാം ആരും അന്യരല്ല എന്ന് ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് ജനനം മുതൽ മുന്നേറിയ ഒരു ആശയമായിരുന്നു ഹൈന്ദവം. ജാതിമത ഭേദമന്യേ നാം ആരും അന്യരല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സംസ്കാരമാണ് ഹൈന്ദവം. ആ ഹൈന്ദവം ആചാരത്തിന് കല്ലെറിയാൻ വേണ്ടി പല രീതിയിലുള്ള ഭൂമിയിലെ ചെറ്റകൾ കയറിയിറങ്ങി അവരുടേതായ കാഴ്ചപ്പാടുകൾ നടത്തി വരുത്തി തിരിച്ചു പോയപ്പോഴാണ് ഇപ്പോൾ നാം അറിയപ്പെടുന്ന ഭാരതം എന്ന് പറയുന്ന ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥ ഭാരതം എന്ന പേര് നിലനിർത്തണമെങ്കിൽ നാം ആരും അന്യരല്ല എന്ന് ഏകോപന ചിന്താഗതി വരുത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ ചിന്താഗതി ആരെന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞതാണ് പ്രധാനമന്ത്രി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന സത്യം. അതിനാൽ നാം ആരും അന്യരല്ല എന്ന ചിന്താഗതിയാണ് ആദ്യം വേണ്ടത്. ഈ മതം എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട ഷർട്ട് ഇടുക, ഷൈൻ ചെയ്യാൻ, അതാണ് മതം എന്ന ചിന്താഗതി ആദ്യം ഉണ്ടായാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല മനസ്സും നല്ല സമൂഹവും നല്ല ചിന്താഗതിയും വരും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഗോകുലൻ പാറമ്മൽ. ഒന്നുകൂടെ പറയാം, മതം എന്ന് പറയുന്നത് അന്നേരം സമൂഹത്തിൽ നാലാൾ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുന്നതായിരിക്കും എന്ന ചിന്താഗതി ഉണ്ടായാൽ നാം ആരും അന്യരല്ല എന്ന ബോധം വരണം. ഇപ്പോൾ ഞാൻ ശ്വസിക്കുന്ന വായു, പുറത്തേക്ക് വിടുന്ന വായു ഇത് തന്നെയാണ് നീയും നായും പട്ടിയും പൂച്ചയും ശ്വസിക്കുന്ന വായു എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും മരണത്തിന് കീഴടങ്ങുന്നതിന് മുന്നേ മനസ്സിലാക്കാൻ ത്രാണി ഉണ്ടാവാൻ സർവ്വജനങ്ങളെ കാലുപിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, ചിന്തിക്കുന്നു, പറയുന്നു. ഗോകുലൻ പാർമൽ, ആനാറങ്ങാടി, വള്ളിക്കുന്ന്, മലപ്പുറം ജില്ല, കേരളം. ജനനം ഭാരതത്തിൽ.